ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സസ്പെൻഡ് ചെയ്ത സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റേതാണ് നടപടി. സർവീസിലിരിക്കുമ്പോഴും സസ്പെൻഷനിലായപ്പോഴും ഉമേഷ് വള്ളിക്കുന്നിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായെന്ന് ഉത്തരവിൽ പറയും. ടി പ്രതീക്ഷിച്ച നടപടി തന്നെയാണ് ഉമേഷിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത്? ആനോഫൽ, തീർച്ചയായും ഇത് ഉമേഷ് വള്ളിക്കുന്നിൽ തന്നെയും പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിലുള്ള നടപടികളാണ് ഒരു സിവിൽ പോലീസ് ഓഫീസർ ആയിരിക്കെ ചെയ്യരുതാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് വ്യക്തമാണ്. എന്തായാലും പോലീസിലെ കൊള്ളരുതായ്മകൾക്കെതിരെയാണ് താൻ പ്രതികരിക്കുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ വളരെ സുപരിചിതനുമായിരുന്നു ഉമേഷ് വള്ളിക്കുന്നിൽ. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, ചാനൽ അഭിമുഖങ്ങൾ എല്ലാം തന്നെ വിവാദമായിരുന്നു. പോലീസിൻ്റെ നടപടികൾ, അതായത് പോലീസ് മേധാവികളുടേതടക്കമുള്ള നടപടികൾ ശരിയല്ല എന്ന തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തെ പിരിച്ചുവിട്ടുകൊണ്ടാണ്. അത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവാണ് പുറത്തു വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 21-ാം തീയതിയിലെ ഡേറ്റിൽ ഉള്ള ഉത്തരവാണ്. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് ഗുരുതര അച്ചടക്ക ലംഘനങ്ങൾ ബോധ്യപ്പെട്ടതിനാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവുണ്ടായിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ചടക്ക ലംഘനം, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ, അതുപോലെ തന്നെ ധിക്കാരപരമായ മറുപടി, അതുപോലെ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കൽ എന്ന് തുടങ്ങിയ കാരണങ്ങളാണ് ഇതിൽ അദ്ദേഹത്തിനെതിരായ നടപടിയായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വലിയ വിശദമായ ഒരു ഉത്തരവാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഉത്തരവിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നടപടികളിലുള്ള ഒരു കുറ്റപത്രം പോലെയാണ് ആ ഉത്തരവുള്ളത്. ആ ഉത്തരവിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നടപടികൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കെ ചെയ്യരുതാത്ത കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ, അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. ശബരിമല ഡ്യൂട്ടിക്കിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതുപോലെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുട പിടിച്ചു കൊടുത്ത ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടുള്ള പോസ്റ്റ്, ഇങ്ങനെ തുടങ്ങി അദ്ദേഹം ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ ധിക്കാരപരമായ മറുപടിയാണ് നൽകിയത് എന്ന് പറയുന്നു. അതുപോലെ അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പിരിച്ചുവിടൽ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ സസ്പെൻഷൻ കാലയളവിൽ അദ്ദേഹം ഒരിക്കലും അന്വേഷണത്തോട് സഹകരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. നൗഫൽ, ഉമേഷ് വള്ളിക്കുന്നിനെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്നിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ ടി നൽകി.